ഫൈനലി കേരള ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് ടേബിളിലേക്ക് ഒരു പോയിന്റ് ആഡ് ചെയ്തിരിക്കുകയാണ്. ഇന്നലെ നടന്ന ഈസ്റ്റ് ബംഗാളുമായിട്ടുള്ള ഒരു മാച്ചിൽ അവരൊരു 10-ാം മിനിറ്റ് തന്നെ റഫറി ഒരു പെനാൽറ്റി കൊടുക്കുന്നു. ആൻഡ് ആ ഒരു പെനാൽറ്റി അവർ കൺവേർട്ട് ആക്കി ഗോളാക്കി ലീഡ് എടുക്കുന്നു. ആൻഡ് ബ്ലാസ്റ്റേഴ്സ് പിന്നീട് അങ്ങോട്ട് ഒരുപാട് ഫൈറ്റ് ചെയ്തു. ഒരു മോശം കളിയുന്ന ഒരു രീതിയിലും ഇന്നലത്തെ ആ ഒരു മാച്ചിനെ പറയാൻ കഴിയില്ല. ഒരുപാട് ഫൈറ്റ് ചെയ്തു, ഒരുപാട് അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായി. അവസാനം കളി തീരാൻ കുറച്ച് മിനിറ്റുകൾ മാത്രം ബാക്കിയുള്ളപ്പം അജിസലിന്റെ ആ ഒരു ഗോള്, ആ ഒരു ഹെഡർ ഗോളിലൂടെ കളി 1-1 എന്നുള്ള ഒരു ഡ്രോ ആക്കിയിരിക്കുകയാണ്. വിലപ്പെട്ട ആ ഒരു പോയിന്റ്, അറ്റ്ലീസ്റ്റ് ആ ഒരു പോയിന്റ് എങ്കിലും പോയിന്റ് ടേബിളിലേക്ക് ആഡ് ചെയ്യാൻ ഫൈനലി ബ്ലാസ്റ്റേഴ്സിനായി. നമുക്കറിയാം നമ്മൾ വിജയിക്കണം എന്നുള്ളതിൽ നിന്ന് അറ്റ്ലീസ്റ്റ് ഒരു ഡ്രോ കിട്ടുമ്പോൾ അതിലങ്ങ് കോംപ്രമൈസ് ആയി പോവാണ്, നമ്മൾ അതിലങ്ങ് സന്തോഷം കണ്ടെത്താണ്. പക്ഷെ ഇത് പോരാ നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഈ ഒരു ടീമിൽ നിന്ന് നമുക്ക് കിട്ടാവുന്നതിന്റെ മാക്സിമം ഒരു എഫർട്ടാണ് നമ്മൾ ഇന്നലെ കണ്ടത്. സോ ഇതിനപ്പുറത്തേക്കുള്ള ഒരു പെർഫോമൻസ് ഒന്നും നമ്മുടെ ടീമിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യണ്ട. നമ്മുടെ പുതിയ സൈനിങ് ആയ സെന്റർ ബാക്ക് ആ ഒരു ഫാളുവിന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഒരു രക്ഷയുമില്ലായിരുന്നു. ആ ഒരു കോൺഫിഡൻസ്, ആ ഒരു ഡിഫൻസ് ലൈനിൽ അയാൾ കാണിക്കുന്ന ആ ഒരു കോൺഫിഡൻസ്, ആ ഒരു ബോഡി ലാംഗ്വേജ് ആൻഡ് ആ ഒരു ഹൈറ്റ് കൊണ്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു അഡ്വാൻറ്റേജ് എന്നൊക്കെ പറയുന്നത് ചെറുതല്ല. സോ ഈ ഒരു പ്ലെയർ സൈനിങ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഓക്കെ സൈനിങ് ആണ്. കാരണം ഗ്രൗണ്ടിൽ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസൻസ് കറക്റ്റ് ആയിട്ട് നമ്മൾ അറിയുന്നുണ്ട്. ഏതായാലും കോച്ചിനും ടീമിനും ഈ ഒരു പോയിന്റ്, ഈ ഒരു ഗോൾ വെച്ചുകൊണ്ട് ടീമിനൊന്ന് റീബിൽഡ് ചെയ്ത് ആ ഒരു കോൺഫിഡൻസ് ഒക്കെ ഒന്നുകൂടി ഉയർത്തിയെടുത്ത് അടുത്തൊരു മാച്ചിലേക്ക് ഇറങ്ങാനുള്ള ഒരു സമയമാണ്. കാരണം ഇനിയും വൈകിക്കൂടാ. ഇപ്പം അറ്റ്ലീസ്റ്റ് നമുക്കൊരു ഡ്രോ കിട്ടി, ഒരു പോയിന്റ് കിട്ടി. അടുത്തതൊരു ഹോം മാച്ച് ആണ് പഞ്ചാബുമായിട്ട്. സോ ആ ഒരു മാച്ചിൽ വിജയത്തിൽ കുറഞ്ഞതൊന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യണ്ട.